ഒരു മോം ആൻഡ് ഡോട്ടർ കോംബോ ഡ്രസ്സിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് കാണുന്നത്. ഇത് അമ്മയുടെ ഡ്രസ്സാണ് ആദ്യമായിട്ട് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തത്. അമ്മയ്ക്ക് ഒരു ഹോൾട്ടർ നെക്ക് വരുന്ന ജാക്കറ്റും അതിൻ്റെ ഉള്ളിലായിട്ടൊരു സെമി അംബ്രല്ല വരുന്ന ഒരു ടോപ്പുമാണ് വരുന്നത്. ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു പാറ്റേൺ വരച്ചെടുത്തത്. ജാക്കറ്റിൽ എവിടെയൊക്കെയാണ് വർക്ക് വരേണ്ടതെന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഡിസൈൻ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ആ വരച്ച പാറ്റേണിൽ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എല്ലാം കട്ട് ബീഡ്സിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ അമ്മയുടെ ജാക്കറ്റിൽ വരുന്ന വർക്കാണ്. ഇത് സെയിം വർക്ക് തന്നെയാണ് നമ്മൾ ബേബി ഫ്രോക്കിലേക്കും കൊടുക്കുന്നത്. 4 വയസ്സുള്ളൊരു ബേബിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രോക്ക് മേക്ക് ചെയ്തെടുക്കുന്നത്. ആ ഫ്രോക്കിൻ്റെ യോക്ക് പോർഷനിൽ കുറച്ച് ഭാഗത്തേക്ക് പ്ലീറ്റ് വരും. അതിന് താഴത്തേക്കാണ് ഈ ഒരു സെയിം വർക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ബ്രാഞ്ചസും ലീവ്സും കട്ട് ബീഡ്സ് കൊണ്ട് ഫിൽ ചെയ്തു. അതിന് ശേഷമാണ് ഫ്ലവേഴ്സ് ചെയ്തത്. വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. മോമിൻ്റെ ഡ്രസ്സാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തത്. ഉപ്പട സിൽക്കിലാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു സെമി അംബ്രല്ല ടോപ്പാണ്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തു. സ്ലീവിലേക്ക് മാത്രം നെറ്റ് വരുന്നൊരു പാറ്റേൺ ആണ്. നെക്കിലേക്ക് നമ്മളൊരു ഹാർട്ട് ഷേപ്പിലുള്ള നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് വന്നിട്ട് ബോട്ട് നെക്ക്, റൗണ്ട് ബോട്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്തെടുത്തു. നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. ഉള്ളിലായിട്ട് നമ്മൾ കോട്ടൺ ലൈനിങ്ങും അതുപോലെ തന്നെ ഒരു ലെയർ കൂടെ ഉപ്പട സിൽക്കിൻ്റെ ഒരു ഫാബ്രിക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ലൈനിങ്ങിലേക്ക് നമ്മൾ നെറ്റിൻ്റെ ഫ്രിൽസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നല്ല തിക്നെസ്സിൽ ഫ്രില്ലെടുത്തിട്ട് നെറ്റിൻ്റെ ഫ്രിൽസ് എടുത്തിട്ട് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. മേലെ വരുന്ന ലെയറിലല്ല, അതിൻ്റെ അടിയിൽ നമ്മൾ ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ള ലെയറിലാണ് ഫ്രിൽസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതൊരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് തന്നിട്ടുള്ള റെഫറൻസ് വീഡിയോയിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടോപ്പിലേക്ക് ഫ്രിൽസ് ആഡ് ചെയ്തെടുത്തു. നെറ്റിൻ്റെ ഫ്രിൽസാണ് കൊടുത്തിരിക്കുന്നത്. നല്ലോണം ഫാബ്രിക്, നെറ്റിൻ്റെ ഫാബ്രിക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒത്തിരി നല്ല തിക്കായിട്ടുള്ള പ്ലീറ്റ്സാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മോമിൻ്റെ ഡ്രസ്സിലേക്ക് ഇനി നമ്മളൊരു ജാക്കറ്റാണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ജാക്കറ്റ്. ഹാൻഡ് വർക്ക് ചെയ്തെടുത്ത ജാക്കറ്റാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഹാഫ് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഹോൾട്ടർ നെക്കാണ് വരുന്നത്. ഫ്രണ്ടിലാണ് ഒരു നോട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ജാക്കറ്റ് കാണാം. നമ്മളിതുപോലത്തെ കോംബോ ഡ്രസ്സസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ വർക്ക്സ് തമ്മിലൊരു ബ്ലെൻഡ് വേണമല്ലോ. സോ നമ്മൾ ഈ അമ്മയുടെ ഡ്രസ്സിലേക്ക് കൊടുത്തിരിക്കുന്ന, ജാക്കറ്റിലേക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ഹാൻഡ് വർക്ക് അതേപോലെയാണ് നമ്മൾ ബേബി ഡ്രസ്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് അടുത്ത് വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ബേബിയുടെ ഡ്രസ്സ്. അങ്ങനെ നമ്മൾ 2 ഡ്രസ്സും സ്റ്റിച്ച് ചെയ്തെടുത്തു. മോമിൻ്റെ ഡ്രസ്സ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു അംബ്രല്ല ടോപ്പും അതുപോലെ അതിൻ്റെ കൂടെ ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ജാക്കറ്റും. കണ്ടോ, ബോട്ടം ആ ഫ്രിൽസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിനോട് മാച്ചാവുന്ന രീതിയിലാണ് നമ്മൾ ബേബി ഫ്രോക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ അമ്മയുടെ ഡ്രസ്സിൽ ഫ്രിൽസ് കൊടുത്ത പോലെ തന്നെ ബേബി ഫ്രോക്കിലും ബോട്ടം നല്ല തിക്കായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് ഫൈനൽ ലുക്ക് മാനിക്വിനിൽ ഇട്ട് കാണിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവസാനം ഞാനിത് ഇട്ട് നോക്കിയപ്പോൾ മാനിക്വിനിൽ നമുക്ക് സെറ്റ് ആവുന്നില്ല. ബിക്കോസ് ഡ്രസ്സിൻ്റെ സൈസ് കുറച്ച് ചെറുതായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഫ്ലോറിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ. ഇത് നമ്മളൊരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫോട്ടോസ് കിട്ടുമ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഏത് കളറിലോട്ടും കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. ഈ 2 ഡ്രസ്സിൻ്റെയും കൂടെ റേറ്റ് വരുന്നത് 3400 ആണ്. പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.